രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, രാജകുമാരൻ കൂടിയാണ്. ഇന്ത്യയുടെ അടിസ്ഥാന ശിലയാണ് ജനാധിപത്യം എന്നിരിക്കെ അതിനെ നോവിച്ചവർക്ക് പണി കൊടുക്കുന്നവനാണ് യഥാർത്ഥ ഹീറോ. അതാണ് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ രാജകുമാരനാക്കി മാറ്റുന്നത്. രാജ്യം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആശങ്കയിൽ രാഹുലിനോടൊപ്പം നിൽക്കാൻ ജനകോടികൾ തീരുമാനിച്ചതോടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആണിക്കൽ ഇളകി എന്ന് തന്നെ പറയാം. മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇതുവരെ ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. റാഫേൽ ഇടപാടിലും പുൽവാമ ഭീകരാക്രമണത്തിനുമെല്ലാം പ്രധാനമന്ത്രി പ്രതിസന്ധിയിലാക്കാൻ കഴിയാതെ പോയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് അർത്ഥമില്ല. പക്ഷേ അതിനെയെല്ലാം തകർത്തു കളയാനുള്ള പ്രഹരശേഷി മോദിക്കും BJPക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധി മോദിയോളം വളർന്നിരിക്കുന്നു. കോൺഗ്രസും ഇന്ത്യ സഖ്യവും നടത്തുന്ന ധർമ്മ സമരത്തിന് പിന്തുണ ഏറുകയാണ്. രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു കുടുംബത്തിലെ ഇളയ സന്തതിയെ പരിഹസിച്ചു കളയാം എന്ന് കരുതിയവർക്ക് തെറ്റി. അദ്ദേഹം ഇന്ന് ഇലമുറ തമ്പുരാനായി തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളായ ജനാധിപത്യവും മതേതരത്വവും നരേന്ദ്രമോദിയുടെ കീഴിൽ ചവിട്ടി മെതിക്കുമ്പോഴാണ് രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ രാഹുൽ ഗാന്ധിയുടെ ധർമ്മയുദ്ധം തുടങ്ങിയത്. അക്കവും അക്ഷരവും നിരത്തി വോട്ട് മോഷണത്തിന്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മുന്നിൽ പുറത്തുവിട്ടതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലാക്കുന്നത് ഈ രാജ്യം കണ്ടു. പ്രതിസന്ധിയിലാകുന്ന മോദി സർക്കാരിനെയും രാജ്യം നന്നായി വീക്ഷിച്ചു. അതാണ് കള്ളൻ കപ്പലിൽ തന്നെയെന്നും ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടത്തിലാണെന്നുമുള്ള യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ ജനകോടികൾ മനസ്സിലാക്കിയത്. വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അട്ടിമറി, അതുപോലെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്ന തട്ടിപ്പ് അതിഭീകരമാണ്. ഒരു വീട്ടിൽ തന്നെ 400ഉം 500ഉം വോട്ടുകൾ, അച്ഛന്റെ പേര് ABCD എന്നും വീട് നമ്പർ 0 എന്നുമാണ് കാണുന്നത്. ഓരോ വീട്ടിൽ പല മതത്തിൽപ്പെട്ട വോട്ടുകൾ. അങ്ങനെ കഴിയുന്ന ഇടങ്ങളിൽ കഴിയുന്ന തരത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അവസാനം ലക്ഷക്കണക്കിന് വോട്ടുകൾ വർദ്ധിക്കുന്നു. അതോടെ അവിടെ BJP ജയിക്കുന്നു. ഈ സത്യമാണ് 6 മാസത്തെ വ്യക്തമായ പഠനത്തോടുകൂടി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തിനു മുന്നിൽ പൊട്ടിച്ച ബോംബ്. ആ ബോംബിൽ വിശ്വാസം തകർന്ന് തരിപ്പണമായത് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റൊന്ന് മോദിയുടെ BJP സർക്കാരിന്റെയുമാണ്. ഒരു കള്ളം മറച്ചു വെക്കാൻ അവർ ഇനി 1000 കള്ളങ്ങൾ പറഞ്ഞാലും രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അവഞ്ചനയുടെ ലാഞ്ചന ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവരുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞ കമ്മീഷൻ BJP നേതാവായ അനുരാഗ് ഠാക്കൂറോട് അത് നൽകാൻ പറയുന്നില്ല. അതായത് BJP കമ്മീഷനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയെ മാപ്പ് പറയിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം വിളിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ജനങ്ങളോട് മാപ്പ് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അവിടെയാണ് രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം BJP കമ്മീഷൻ കൂട്ടുകെട്ടിന്റെ നെഞ്ചാം കൂട് ഭേദിച്ചത്. അതാണ് രാഹുൽ ഗാന്ധി എന്ന ജനനായകനെ രാജകുമാരനാക്കുന്നത്.